നമസ്കാരം. മഹാവിഷ്ണു ഭഗവാന്റെ 4ാമത്തെ അവതാരമാണ് സാക്ഷാൽ നരസിംഹമൂർത്തി. പേര് പോലെ സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ശരീരവുമാണ് ഈ വിഷ്ണു അവതാരത്തിന്റെ പ്രത്യേകത. അസുര രാജാവായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനായാണ് ഭഗവാൻ നരസിംഹമായി അവതരിച്ചത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി നാം ഏവരും ആഘോഷിക്കുന്നത്. നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും നരസിംഹ ജയന്തി ഏറെ വിശേഷപ്പെട്ടതായ ദിവസവുമാകുന്നു. പ്രത്യേക സമയം, അതായത് ഇനി പരാമർശിക്കുന്നതായ ആ പ്രത്യേക സമയം എന്തു തന്നെ ചോദിച്ചാലും നടക്കും എന്നാണ് പറയുക. ചില മൃഗങ്ങളെ കാണുന്നതും ഏറ്റവും ശുഭകരമാണ്. ഏവരും ഒരു നിമിഷം സ്വാമിയെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ ഏവരും ഒരു നിമിഷം നരസിംഹസ്വാമിയെ വന്ദിക്കുക. ഓം നരസിംഹായ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം പരാമർശിക്കാൻ പോകുന്നത് പൂജാ സമയത്തെക്കുറിച്ചാണ്. ശയനകാല പൂജാ സമയം വരുന്നത് വൈകുന്നേരം 4:21 മുതൽ രാത്രി 7:03 വരെയുള്ള സമയമാണ്. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത് കെടാവിളക്ക്, അതും നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇത്രയും സമയം വിളക്ക് കെടാതിരിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ 101 തെച്ചിപ്പൂക്കൾ ഓം നരസിംഹദേവായ നമ എന്ന് ജപിക്കുന്നതും, അതായത് പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത്, ഈ നാമം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇത് നിങ്ങൾക്ക് ഉയർച്ച, നാൾക്ക് നാൾ ഉയർച്ച നൽകുന്നതായ സമയമാണ്. കാരണം ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നേടിത്തരും. പ്രത്യക്ഷ ദേവനാണ് സാക്ഷാൽ നരസിംഹസ്വാമി. അതിനാൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. സന്ധ്യാസമയം ഭഗവാൻ അവതരിച്ചു എന്നാണ് ഐതിഹ്യം. അതിനാൽ ഈ സമയം നിങ്ങൾ എന്തു തന്നെ പ്രാർത്ഥിച്ചാലും ആ കാര്യം നടക്കും എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ പ്രത്യേകമായും വിളക്ക് തെളിയിച്ച് ഭഗവാനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുക. നിങ്ങൾ ജീവിതത്തിൽ ഭാഗ്യം അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തികപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് സഹായകരമായി തീരും. ശത്രുനാശം ജീവിതത്തിലേക്ക് കടന്നു വരാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ കാര്യങ്ങളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. വീട്, തൊഴിൽ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച നേടിക്കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏതൊരു കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചാലും ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഇത് ഏവരുടെയും അഥവാ പല വ്യക്തികളുടെയും അനുഭവം തന്നെയാണ്. മെയ് 12 വൈശാഖ പൗർണമിയാണ് ഇതിനാൽ നരസിംഹ ജയന്തിയായി ആഘോഷിക്കുന്നത്. ഈ നാളിൽ ഭഗവാനെ വീട്ടിൽ സ്വീകരിക്കുന്നു എന്നാണ് പറയുക. വൈശാഖ പൗർണമി നാളിൽ ശ്രീദേവി അഥവാ മഹാലക്ഷ്മി ദേവിയെയും ഭഗവാനെയും നാം വീട്ടിൽ കുടിയിരുത്തുന്നു എന്നാണ് സങ്കല്പം. ഇതിനാൽ ഈ ദിവസം അതീവ പ്രാധാന്യം അറിയിക്കുന്നതായ ദിവസം തന്നെയാകുന്നു. നേരത്തെ അഥവാ മുൻപ് പരാമർശിച്ചതായ സമയത്ത് ഭഗവാനെ ആരാധിക്കുകയും നരസിംഹ കവചം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ശുഭകരമാണ്. ഭാഗവതം നിങ്ങൾക്ക് ഈ സമയം പാരായണം ചെയ്യാം. വിഷ്ണു സഹസ്രനാമം ഈ സമയം പാരായണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ്. നൈവേദ്യമായി ഭഗവാന് പാല്, നെയ്യ്, തേൻ എന്നിവ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. എന്നാൽ ഈ കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇത്തരം വസ്തുക്കൾ പുതിയത് വാങ്ങി ഭഗവാന് സമർപ്പിക്കുവാൻ ശ്രമിക്കണം. വീട്ടിൽ ഉപയോഗിച്ചതിൻ്റെ ബാക്കി ഇപ്രകാരം ഭഗവാന് സമർപ്പിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. വീട്ടിൽ പാൽപായസം തയ്യാറാക്കുന്നതും
അത് ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. നിങ്ങൾ മറ്റുള്ളവരാൽ അടിച്ചമർത്തപ്പെടുന്നവരാണ് എങ്കിലും, സഹായിക്കാൻ ആരുമില്ലാത്ത വ്യക്തികളാണ് എങ്കിലും, എത്ര തന്നെ ദുരിതങ്ങൾ ജീവിതത്തിൽ, ഇത്രമേൽ ദുരിതങ്ങൾ മറ്റൊരു വ്യക്തിയും അനുഭവിക്കില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. ഭഗവാന്റെ അഭയം നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ തീർച്ചയായും ഈ സമയം ഭഗവാനെ നിങ്ങൾ ഭജിക്കുക. ചില മൃഗങ്ങൾ ഇന്നേ ദിവസം അല്ലെങ്കിൽ ഈ സമയം വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമാണ്. ഭഗവാൻ വീട്ടിൽ വന്നു, ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ നിറയുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിൽ ആദ്യത്തേതായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പൂച്ചയാണ്. സന്താനഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നർത്ഥമാക്കാം. ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാം. മഞ്ഞ നിറമുള്ള പൂച്ചയാണ് എങ്കിൽ തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഇന്നേ ദിവസം ഉപ്പനെ കാണുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷം കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. സന്തോഷം ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്നും, ഭാഗ്യം തുണയ്ക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരാം. ഭഗവാന്റെ സാന്നിധ്യം വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയായി തന്നെ പരാമർശിക്കാം. നാഗം, പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഈ സമയം മഞ്ഞച്ചേരിയെ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിൻ്റെ സൂചനയാണ്. പ്രധാനമായും കാര്യങ്ങൾ അനുകൂലമാവുക, മനസ്സിലുള്ള പല കാര്യങ്ങൾക്കും പരിഹാരം പോംവഴി കണ്ടെത്തുവാൻ സാധിക്കുക, ആശയക്കുഴപ്പങ്ങൾ നീങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ശുഭകരമായ സൂചനയാക്കുന്നു. പല്ലിയെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് കാണുകയാണ് എങ്കിൽ, തുളസിക്ക് അരികിലായി കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നു എന്നർത്ഥമാക്കാം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, കൃപാകടാക്ഷം ആ വീടുകളിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാണ് എന്നും, നിങ്ങളുടെ പ്രവൃത്തിയിൽ ദേവി സംപ്രീതയാണ് എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാം. തത്ത വീടുകളിൽ വരികയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പല വഴികളിലൂടെയും നിങ്ങൾക്ക് ധനം വന്നു ചേരാൻ പോകുന്നു. അത് സഹായമായാണ് എങ്കിലും ലഭിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അപ്രതീക്ഷിതമായി ധനം ലഭിക്കും എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. പശുവാണ് വീടുകളിൽ വരുന്നത് എങ്കിൽ സമ്പൽ സമൃദ്ധിയാണ് ഫലമായി വന്നു ചേരുക. അത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനുകൂലമായ കാര്യങ്ങൾ കൂടുതലായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. കുരുവികൾ വീടുകളിൽ വരുന്നതും ഏറ്റവും ശുഭകരമാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ശുഭകരമായ സൂചനയാണ്. മറ്റൊന്ന് പ്രാവാണ് എങ്കിൽ സ്നേഹം നിറയുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ ഐക്യം വർദ്ധിക്കുന്നു, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നു എന്നർത്ഥമാക്കാം. അതിനാൽ ശുഭകരമായ സൂചനയാണ്. പ്രത്യേകിച്ചും തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. അതിനാൽ ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കാണുകയാണ് എങ്കിലും ശുഭമാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാനെ ആരാധിക്കുകയും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷവുമാണ്. സാധിക്കുമെങ്കിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുക.